ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ 2ാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുപിടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ തീരുമാനം. പോകാൻ പറയണം നമ്മുടെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളവെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ട് ഉയർന്ന് 2 കാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞമർന്ന് 2 കാലും പൊക്കിപ്പിടിച്ച് നടുവും തല്ലി വീണ് വേണ്ടായി. സത്യം നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആഴത്തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. എടാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാണ് ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലുവോ? തല്ലേ നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാ. നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ. ഞാൻ പറയാം. നമ്മുടെ കോയിക്കല് ഗോപാലൻ നായരുടെ മോളിൽ അവക്കെന്ത് പറ്റി? അവക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ എന്നിട്ട് നീ പറയടാ. എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിക്കണ്ട, എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ഈ ഞാൻ അവന്റെ കോഴികളാപ്പ് എന്റെ അമ്മേ, നോക്കിയേ, വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലം ആകെ വിറയ്ക്കണു. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പം അവിടെ താറായി. ചെല്ല്, ഞാനിതിനിടയിൽ കാണും. എന്താ വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാച്ചോട്ടിന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതും ആണോ? ചെറിയ തോതിലൊരു. അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, ആരവിടെ പോയി? അയ്യോ, പോയിട്ടില്ല, അത് അവന്റെ കയ്യിലായി പോയി. ആഹാ, രണ്ടുപേരും കൂടിയുള്ള ചുറ്റിക്കളിയാണല്ലേ? ഞാൻ മാത്രം. ശരി, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ആ പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇതേ സമയത്ത് മറുപടിക്ക്. ഞാനും വേണോ? ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാവോ? പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ? അല്ല, ഞാനുണ്ട്. എന്നാലും വാസോട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതിന്റെ ഒരു ശരി. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും. ഉഷാറായിട്ട് കൊടുക്കാം. നീയാണോടാ വാസു? അതെ. എന്തേ? നീ മറുപടിക്ക് കാത്തുക്കാണല്ലേ? അല്ല, അതെ, ഈ മറുപടി. ആലഞ്ചേരിക്കാര് വലിയ കളരി മുരുക്കന്മാരല്ലേ? അതെ. എന്നാ നിനക്കുള്ള മറുപടി കളരി മുറയിൽ. അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ, ഞാൻ പാട്ട്. ഞാൻ കളരിയല്ല. വണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാണ്. എനിക്കിനി പ്രേമിക്കണ്ട. അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടി കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണോ?
അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ അവളാകെ മരണം തല്ല്. സത്യാണോ? സഹിക്കാൻ പറ്റണില്ലേ എനിക്ക്? ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തനെ അങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. വൈകിടാ. ആ കുളത്തിന്റെ അവിടെ ചെന്ന് തല്ലിയത്. കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ലടാ. കൊടുത്താ നീയൊക്കെ എന്ത് ചെയ്യടാ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യ ആലഞ്ചേരി തറവാട്ടുകാർക്ക് ഇല്ലടാ. ആടിയോടവന്. നാളെ വരുമ്പോ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദയ്ക്ക് മറുപടി കൊടുക്കാൻ. മനസ്സിലാടാ? എന്താ നോക്കണേ? എന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത്. പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടിക്ക് പുറത്തു തള്ളു ഞാൻ. മനസ്സിലായോ? ഇവൻ അവന്മാരെ തല്ലിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഓഹോ, കൂടപ്പറമ്പിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ? അപ്പോ കൂടെ പറഞ്ഞവർക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചു കാണും ഇവിടെ? ചാത്തുക്കുട്ടി ആ, താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള്? കേട്ടു. അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ? എടോ, മക്കളെ ശകാരിക്കണം, പക്ഷെ ശിക്ഷിക്കരുത്. തന്റെ മക്കള് തന്നോളം എത്തിയാ താനെന്ന് വിളിക്കണം. അവര് തന്റേടികളായിട്ട് വളരട്ടോ ചാത്തുക്കുട്ടി. തന്റേടികളായിട്ട് വളർന്നോട്ടെ, പക്ഷെ അതിന് തോന്നിവാസികളായിട്ട് വളരുന്നത് എന്തിനാ? താനാ ഇവർക്ക് ആവശ്യമില്ലാത്ത തണൽ കൊടുക്കണത്. സൗകര്യത്തിലൊരാല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിയിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? താൻ പറ. ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വെറുതെ നാക്കിട്ടത് മിച്ചം. താമ്പാ ആ സോമനല്ലേ വരുന്നത്? തമ്പ്രാക്കന്മാർ രണ്ടാളുണ്ടല്ലോ. എന്താ സോമ വിശേഷിച്ചേ? കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഭാഗവതർക്ക്. ഇഞ്ചക്ഷൻ ഓർഡറോ? എനിക്കാ? ചേക്കുട്ടിയായിട്ട് വാങ്ങിച്ചതാ. ഭാഗവതരുടെ ഭാര്യയുടെ പേരുള്ള സ്ഥലം അയാളുടെതാണെന്ന് പറഞ്ഞിട്ട്. എന്താ ഓർഡറിലെ? ആ സ്ഥലത്ത് നിങ്ങളാരും കയറാൻ പാടില്ലെന്ന ഓർഡറിൽ തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിയെന്ന്. എന്റെ ഈശ്വര, ഈശ്വരനെ വിളിക്കേണ്ടത് അവനല്ലേ? നിങ്ങളെ ആലഞ്ചേരിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം 10-30 അതിന്റെ വേദന ചേക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ല. താൻ കുഴപ്പത്തിനൊന്നും പോണ്ട കത്തപ്പാ. താനൊന്നും ഉണ്ടായിരിക്കേ. കാക്കാശിന് വകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ചേക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല. ഇത്തവണ രണ്ടിലൊന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും. ഒരാലഞ്ചേരി തമ്പ്രാക്കള്. ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത്? നീ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. എന്നാ നീ വിളിക്കണ്ട. അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല.
അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നല്ലേ? ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്ന് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ആദ്യം ഞാൻ കാണിച്ചു തരാം. പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ. നീ നോക്കിക്കോ. ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും. പിന്നെ തമ്പ്രാക്കന്മാര്. അതിനെ ഞാൻ വേല വെച്ചിട്ടുണ്ടടാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. കോടതിയും കേസും ഒക്കെ എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെട്ടി നോക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാവുമ്പോ ഞങ്ങൾ പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാ. ആ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. ആ അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഏ? ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെയും വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പുറയിൽ എത്തണം. പെങ്ങക്ക് ചെലവിന് കൊടുത്ത് നടന്ന് കൂട്ടിക്കോട്ടെ. കൊള്ളാം. ശരിക്കും മെയ്യിറങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാള് കുറെ ആയി. എന്നോടൊപ്പം പിടിച്ചേ ഉണ്ണിടുപ്പോ. നീ ഇങ്ങനെ എന്റെ പുറത്ത് കയറുന്നേ? ഞാൻ ഇറങ്ങി വരുന്ന നീ കണ്ടല്ലേ? നീ കണ്ടില്ലേ? ഓ, ഞാൻ ഇറങ്ങി വരുമ്പോ നീ കേറി വരുന്നുണ്ട് നോക്കല്ലേ? നിനക്ക് വേറെ ഒരു തെങ്ങ് കിട്ടില്ല കയറാൻ. ഞാൻ ഏത് തെങ്ങിനെ കയറുന്നേ? എന്നാ പോയി വലിയ ഇടിവെട്ട് തെങ്ങിട്ട് നോക്കാം, എന്നിട്ട് അതും പോയി കയറും. എന്റെ വയനാ നീ കേൾക്കും. എടാ കിടന്ന് ബഹളം വെക്കലടാ. ഈ ചേട്ടനെപ്പോഴും ഇതിന്റെ മുകളിൽ കയറി? അയ്യോ, ഞാൻ ചേട്ടന്റെ മണ്ടലൊന്നും കണ്ടില്ലല്ലോ. കാണൂലട മണ്ട. ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും കുടിച്ചോണ്ട് പാട്ടും പാടി തേങ്ങ പറിക്കുന്ന മണ്ട. ഇത് പിടിക്കടാ. കള്ളിനി ഉണ്ടോ? ഓ, കിട്ടോന്നല്ല ഞാനൊട്ടിക്കും. തള്ളിവിട്ട് പോട്ടെ. കുട്ടിയിലെ അണ്ണാൻ അടിച്ചൊട്ടിക്കാൻ താങ്കളുടെ വായുണ്ടല്ലോ. ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാ പോരെ? നോക്കിയില്ലേ? നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്ദ്രപ്പൻ കുരുക്കൾ? അത് ഞാനാണ്. രണ്ടാളും സ്റ്റേഷൻ വരുന്ന വരണം. എന്താ സാർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചു? ചേക്കുട്ടി റൈറ്ററുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ, ഇതൊരു കള്ളക്കേസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങള് കൂടെ വരണം നിർബന്ധമാണോ? നിർബന്ധമാണ്. മാറൂല. അങ്ങനെ അമ്പ്രാക്കന്മാരെ ഇങ്ങോട്ടുണ്ട്. വിട്ടില്ലെങ്കിൽ എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചതിനല്ലേ? തേങ്ങ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല. ഇങ്ങക്ക് കട്ടോലല്ലേ വേണ്ടത്? അത് ഞങ്ങളാണ്. സത്യാണ് സാറ് പറഞ്ഞേ. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. നടക്കണ. നടക്കണ. സന്തോഷമായിട്ട് വരും.
ഇവരെന്താ ചെയ്യണം നമുക്ക് നോക്കണല്ലോ. ഗോപാ, രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യേ. വാടാ. ആ ബാക്കിയുള്ളവര് ചെന്ന് പത്തായപ്പരയിലുള്ള തേങ്ങ എടുത്ത് അടിയാന്മാർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. അല്ല അത് തർക്കം മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. പോയിക്കോ. ആ ദേവകി, ഞങ്ങള് ആ ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടേ? അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കൊതിച്ചിരിക്കല്ലേ ഞാൻ. താൻ വാ. അല്ല ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞൂടാ റൈറ്ററേ. റൈറ്ററേ, അതാരാ വരുന്നത്? അയ്യോ, എന്താ ചേക്കുട്ടി അളിയന് സുഖല്ലേ? കൊല്ലം 10-30 ഈ പടി ചവിട്ടിയിട്ട്. വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ, ഇല്ലേ ഗുരുക്കളെ? അതെ അതെ, ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാര് വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. കുരയ്ക്കുന്നോടെ എന്റെ വീട്ടിൽ വന്നു. മിണ്ടരുത്. എന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല തന്റെ മേല്. ത്രിശങ്കു സ്വർഗം കാണിക്കും ഞാൻ, അറിയാലോ. ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, പിന്നെ തേങ്ങാ മോട്ടിച്ചതിന്റെ പേരിൽ ആലഞ്ചേരിക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം. പോലീസിനെ വിടുന്നു. എന്നിട്ട് എന്തായടോ? ഒടുവിൽ അവിടുത്തെ ബാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ. തന്റെ മുഖത്ത് നോക്കിയാ പറയണേ. ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത്. തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. ഒക്കേത്തിനും പുല്ല് വില ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ആ പിന്നൊരു കാര്യം, കൂടെ പിറന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല, 5 ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം. അതും പോലെങ്കിൽ പിന്നെ ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള്. ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ. ഇനി കളിച്ച വേരോടെ പിഴുതെടുക്കും ഞങ്ങള്. ഉള്ളത് പറഞ്ഞ ഇവരെ റൈറ്ററേ, ആൺകുട്ടികളെ. അയ്യോ, നിന്റെ അമ്മയുടെ ആൺകുട്ടികള്. ഇന്നൊക്കെ ആസ്പത്രി നീട്ടി ബക്കറ്റല്ലേന്ന്. അത് ശരി, അങ്ങനെ വാ. അപ്പൊ എങ്ങനെ എനിക്കിട്ടുണ്ടായി? മര്യാദക്ക് പറടി, ആരാണ്ടി ഗർഭത്തിന്റെ ആള് പറടി. വേണ്ടാത്ത വർത്താനം പറയുന്നത്. കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് ഭ്രാന്ത വർത്താനം പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവാ. രാധന്റെ മറ്റോനാണ്. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ. എന്താ കുഞ്ഞാലി, സുഖം തന്നെയല്ലേ? അതാ പറയണേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. ഉവ്വ്, കൊള്ളാവുന്നവര് വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരമെങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അല്ലാതെ വാടക കിട്ടിയിട്ടിപ്പോ വലിയ. അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തുനിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരാഗ്രഹം. ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. ആ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലല്ലോ, ചന്തപ്പനോടും കൂടെ ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. ചാത്തുക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും. പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ, അറിയാം. അവരൊരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ. ആ, അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ? ആ, അടുത്ത ആഴ്ച വന്നോട്ടെ. ആ, വരട്ടെ, വരട്ടെ. ഹായ് കുഞ്ഞാലിക്ക. സുഖാണോ കുഞ്ഞാലിക്ക? ഇതിലും വലിയ സുഖം എന്താ വേണ്ടത്? എന്താ പറഞ്ഞേ? അല്ല, മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് കിട്ടി. എന്താ ലോറിയിൽ വന്ന്? അതെന്താ ലോറി വന്ന പോലെ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടോടോ എന്റെ അമ്മോ. ഇതിന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ. ഈ ലോറിയേലിരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാർ വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം എന്നറിയോ? ഒരു 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശിനി ഈ മാസം പുകയില, മുറുക്കാൻ, പിന്നെ അല്ലറ ചില ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് ഒറ്റ
എന്നെ ഒന്ന് പിടിച്ചിറക്ക. അയ്യോ, പതുക്കെ, പതുക്കെ. അല്ല, ഞെക്കാതെ കാക്കായി. അയ്യോ, അമ്മോ. അയ്യോ. ആ കുഞ്ഞാലിക്ക ഈ സാധനങ്ങളൊക്കെ നിറക്കണമല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം, നിങ്ങൾ വരും. വാ മുത്തശ്ശ. ഛെ, അമ്മേ, ഛെ, ഇവിടെ നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താൽ നന്നാവും. ആ അതൊക്കെ ഇനി കണ്ടറിയണം. ഹും. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം. എന്റെ പൊന്നു മക്കളെ, മുത്തച്ഛനെ കൊണ്ട് വയ്യ. ആ ലോറിയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ, എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ആ ആ. ശരി. ഓ, വല്ല കാട്ടുകുച്ചിയോ മക്കാരോ ഒക്കെ കാണും. ഏ, ഹ. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മൾ ശരിയാക്കി തരാന്ന്. പറഞ്ഞാ പോരാ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവർ അനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ. അവരത്തല്ലേ വീട്. ഓ അത് ശരി. ആ, ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്നവരാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും അള്ളാനെ. എടോ കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്ന് നേരിട്ട് കാണുന്നത് നല്ലതാ. അതാണ് എന്റെ ശരി.